ശ്രീ രാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീശാഖാന്വിതാംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപത്തിലെ 2ാമത്തെ അധ്യായമാണ്. ഗീതാ വിഷയ സംഗ്രഹം. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി ശ്രീ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ വിവർത്തനം ഭാവാർത്ഥം നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിലെ 25ാമത്തെ ശ്ലോകം വരെ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ശ്ലോകങ്ങളിൽ ഭഗവാൻ ജീവാത്മാവിന്റെ പ്രത്യേക സ്വഭാവ സവിശേഷതകളൊക്കെ അർജുനന് പറഞ്ഞു കൊടുക്കുന്നു. ആ ജീവന്റെ യഥാർത്ഥ സ്വഭാവത്തിനെ കുറിച്ച് ഒരു വ്യക്തിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ജീവനെ കുറിച്ചുള്ള ദുഃഖങ്ങളെല്ലാം ഇല്ലാതായിട്ട് മാറും. പിന്നെ ജീവനെ കുറിച്ച് ചിന്തിച്ച് വിലപിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അർജുനന്റെ വിലാപമെല്ലാം, അർജുനന്റെ ദുഃഖമെല്ലാം ഈ ജീവന്റെ സ്വഭാവത്തെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്, ജീവാത്മാവിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അർജുനൻ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്ന് ഭഗവാന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഭഗവാൻ ആദ്യം തന്നെ ജീവാത്മാവിന്റെ പ്രത്യേകതകളെ കുറിച്ച്, സ്വഭാവ സവിശേഷതകളെ കുറിച്ച്, അതൊരിക്കലും നശിക്കുന്നില്ല എന്നുള്ള ആ ഒരു തത്വം അർജുനന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വ്യത്യസ്ത ശ്ലോകങ്ങളിലൂടെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. കാരണം ഇത് ബോധ്യപ്പെടുന്നത് വളരെ എളുപ്പമുള്ള കാര്യമല്ല. കാലാകാലങ്ങളായിട്ട് നമ്മൾ ഭൗതികമായിട്ടുള്ള ചിന്താഗതിയിലാണ് ഇരിക്കുന്നത്. ഭൗതികമായിട്ടുള്ള മനസ്സാണ് നമ്മൾക്കുള്ളത്. അപ്പോൾ ആത്മാവിനെ കുറിച്ച് അറിയുന്നത് അത്ര എളുപ്പമല്ല. പക്ഷേ ഭഗവാനിൽ നിന്ന് നേരിട്ടോ അല്ലെങ്കിൽ ഭഗവാനെ പ്രതിനിധീകരിക്കുന്ന യഥാർത്ഥ ഗുരുപരമ്പരയിൽ നിന്നോ നമ്മൾ വിശ്വാസപൂർവം കേട്ട് ആവർത്തിച്ച് കേട്ട് കഴിഞ്ഞാൽ അനാവർത്തി ശബ്ദ എന്ന് വേദങ്ങളിൽ പറയുന്നു. അനാവർത്തി ശബ്ദ, ആത്മീയ ശബ്ദം നമ്മൾ വീണ്ടും കേട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് യഥാർത്ഥ ജ്ഞാനമുണ്ടാകും. അങ്ങനെ നമ്മൾക്ക് മുക്തിയുമുണ്ടാകും. അപ്പോൾ ആ ഒരു ആത്മീയ തലത്തിലേക്ക് അർജുനനെ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ ആത്മീയ തത്വം, ആത്മാവിന്റെ സ്വഭാവങ്ങൾ വിവരിച്ച് ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ആ ജീവാത്മാവ് ഒരിക്കലും നശിച്ചു പോകുന്നില്ല. അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ ശോഷേവച നിത്യ സർവഗതസ്ഥാനം അച്ചലോയം സനാതന. ജീവാത്മാവ് നശിക്കാത്തതാണ്, സനാതനനാണ്. ആർക്കും അതിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അല്ലെ? ന കശ്ചിത് കർത്തും അർഹതി അവിനാശിതു തദ്വിധി ഏന സർവം ഇതം തതം വിനാശം അഭ്യസ്യാസ ന കശ്ചിത് കർത്തും അർഹതി. ഒരാൾക്കും, ഒരു ആയുധത്തിനും, ഒരു ഭൗതിക വസ്തുവിനും ഈ ജീവാത്മാവിനെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നീ വിലപിക്കേണ്ട ആവശ്യമില്ല, ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ 25ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ജീവാത്മാവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾക്ക് നേരിട്ട് കണ്ണുകൊണ്ട് കണ്ടു മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അവ്യക്തോയം, നമ്മുടെ കണ്ണിന് കാണാൻ സാധിക്കാത്തതാണ് ജീവാത്മാവ്. ഭൗതികമായിട്ടുള്ള നേത്രങ്ങൾ കൊണ്ട് ജീവാത്മാവിനെ കാണാൻ സാധിക്കും. അവ്യക്തോയം,
അത് അദൃശ്യമാണ്. അചിന്യോയം, നമ്മുടെ മനസ്സിലെ ഊഹാപോഹങ്ങൾ കൊണ്ട് ആ ജീവനെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അവികാര്യോയം ഉച്ചതേ, എന്നാൽ ആ ജീവാത്മാവ് ഒരിക്കലും മാറാത്തതാണ്, ഒരു മാറ്റവും വരാത്തതാണ്. എത്ര ജന്മം, എത്ര ശരീരം എടുത്തു കഴിഞ്ഞാലും മാറ്റം വരാത്തതാണ്. ഇതെല്ലാം ശരിക്കും മനസ്സിലായി കഴിഞ്ഞാൽ തസ്മാത് ഏവം വിദിത്വൈനം, ഈ ജീവാത്മാവിന്റെ ഇതുവരെ ഭഗവാൻ പറഞ്ഞിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ ശരിക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഭഗവാന്റെ കാരുണ്യം കൊണ്ട്, അല്ലെ, ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രമേ ഇത് മനസ്സിലാകുകയുള്ളൂ. അർജുനൻ അവസാനം അത് സമ്മതിച്ചിട്ടുള്ളതാണ്. അങ്ങയുടെ പ്രസാദം കൊണ്ട്, അങ്ങയുടെ പ്രസാദം കൊണ്ട്, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, സംശയമൊക്കെ തീർന്നു. നഷ്ടോ മോഹസ്മൃതി ലബ്ധ തത്പ്രസാദാത് മയാച്യുത എന്ന് അർജുനൻ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഭഗവത്ഗീത കേൾക്കുന്ന ഭഗവത്ഗീത കേൾക്കുന്ന ആരാണെങ്കിലും അതിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ തീർച്ചയായിട്ടും ഗുരുവിന്റെ കാരുണ്യം, അതേപോലെ ഭഗവാന്റെ കാരുണ്യം ഉണ്ടായിരിക്കും. നമ്മുടെ കഴിവ് കൊണ്ടല്ല നമുക്ക് ഇത് ബോധ്യപ്പെടുന്നത്, ഇതിൽ വിശ്വാസം ഉറയ്ക്കുന്നത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. അങ്ങനെയാണ് ഭഗവത്ഗീത മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഇത് മനസ്സിലായി കഴിഞ്ഞാൽ എന്താണ് ഭഗവാൻ പറയുന്നത്? ഞാൻ ശോചിതും അർഹസി, പിന്നെ ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ, ഇനി ഞാൻ പറഞ്ഞതൊന്നും നിനക്ക് ബോധ്യമായിട്ടില്ലെങ്കിൽ പോലും, ഞാൻ പറഞ്ഞ കാര്യങ്ങളിലൊന്നും നിനക്ക് വിശ്വാസമില്ലെങ്കിൽ പോലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്ന് ഭഗവാൻ വളരെ ലോജിക്കലായിട്ട്, നീ യഥാർത്ഥത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ദുഃഖിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ആത്മാവിനെ കുറിച്ച് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. അതെങ്ങനെയാണ് ഭഗവാൻ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അധചൈനം, സോറി, കണ്ടടച്ചിരിക്കുകയാണ്, സൗണ്ട് ക്ലിയർ അല്ല. കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അധചൈനം നിത്യജാതം നിത്യം വാ മന്യസേ മൃതം തഥാപിത്വം മഹാബാഹോ നൈവം ശോചിതും അർഹസി. 26ാമത്തെ ശ്ലോകം 1ാമത്തെ അധ്യായത്തില് എന്താണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് ശീലപ്രഭുപാദർ വിവർത്തനത്തിലും ഭാവാർത്ഥത്തിലും വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വിവർത്തനം ഭാവാർത്ഥം വായിക്കാം, അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. യെസ്, 26ാമത്തെ ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി, ഹരേ കൃഷ്ണ. ലീലാമ്മ മാതൃ വായിച്ചോ. ഓം നമോ ഭഗവതേ വാസുദേവായ. അധചൈന്യം നിത്യജാതം നിത്യം വാ മന്യസേ മൃതം അഥാപിത്വം മഹാബാഹോ നൈവം ശോചിതുമർഹസി. വിവർത്തനം: അതല്ല ആത്മാവ്, അതായത് ജീവന്റെ ലക്ഷണം ജനിക്കുകയും എന്നേക്കുമായി മരിക്കുകയും ചെയ്യുന്നു എന്നതാണ് വിശ്വാസമെങ്കിൽ തന്നെയും മഹാബാഹോ നിനക്ക് ദുഃഖിക്കാനില്ല. ഭാവാർത്ഥം: ജയശില പ്രഭുപാദ്. ശരീരത്തിൽ നിന്ന് ഭിന്നമായ ഒരു ആത്മാവില്ലെന്ന് വിശ്വസിക്കുന്ന ഏതാണ്ട് ബുദ്ധമതക്കാരെ പോലുള്ള ഒരു വിഭാഗം തത്വചിന്തകരുണ്ട്. ഭഗവാൻ കൃഷ്ണൻ ഗീതോപദേശം ചെയ്ത കാലത്ത് അങ്ങനെ ചിലരുണ്ടായിരുന്നുവെന്ന് വേണം കരുതാൻ. ലോകായതികൾ എന്നും വൈഭാഷികർ എന്നുമുള്ള പേരിലാണ് അവർ അറിയപ്പെടുന്നത്. ഭൗതിക സങ്കലനത്തിന്റെ പരിപക്വാവസ്ഥയിൽ ജീവന്റെ ആവിർഭാവമുണ്ടാകുമെന്ന് അക്കാരക്കാർ കരുതുന്നു. ആധുനിക ശാസ്ത്രജ്ഞന്മാരും ഭൗതികവാദികളായ തത്വജ്ഞാനികളും ഏതാണ്ട് ഇതുപോലെ ചിന്തിക്കുന്നു. അവരുടെ ദൃഷ്ടിയിൽ ഭൗതിക പദാർത്ഥങ്ങളുടെ ഒരു സങ്കലനമാണ് ശരീരം. ഒരു പ്രത്യേക ഘട്ടത്തിൽ ഭൗതിക ദ്രവ്യങ്ങളും രാസവസ്തുക്കളും തമ്മിൽ സവിശേഷ രീതിയിൽ പ്രതിപ്രവർത്തനം നടക്കുമ്പോൾ അതിൽ ജീവന്റെ ലക്ഷണങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നു. ഈ സിദ്ധാന്തമാണ് നവരസ ശാസ്ത്രത്തിന്റെ അടിത്തറ. ഇക്കാലത്ത് അമേരിക്കയിൽ പരിഷ്കാരമായി മാറിക്കൊണ്ടിരിക്കുന്ന അനേകം മതാഭാസങ്ങൾ ഈ തത്വശാസ്ത്രത്തെയും ശൂന്യതാവാദത്തിൽ അടിയുറച്ച ഭക്തിരഹിതങ്ങളായ ബൗദ്ധ വിഭാഗങ്ങളെയും പിന്താങ്ങുന്നുണ്ട്. ഇനി വൈഭാഷികരെ പോലുള്ള അർജുനനും ആത്മാവിന്റെ സത്യത്തിൽ വിശ്വസിക്കുന്നില്ലെന്നിരിക്കട്ടെ, എന്നാൽ തന്നെയും ദുഃഖത്തിന് കാരണമില്ല. ഒരു കുമ്പാരം
രാസപദാർത്ഥങ്ങൾ നഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് ആരെങ്കിലും തന്റെ കർത്തവ്യത്തിൽ നിന്ന് പിന്തിരിയുമോ? നേരെ മറിച്ച് ആധുനിക ശാസ്ത്രവും ശാസ്ത്രീയ യുദ്ധമുറയും യുദ്ധത്തിൽ ശത്രുക്കളെ ജയിക്കാൻ വേണ്ടി ടൺ കണക്കിന് രാസവസ്തുക്കൾ പാഴാക്കുന്നു. ശരീരം നശിക്കുന്നതോടുകൂടി ജീവൻ അഥവാ ആത്മാവ് ഇല്ലാതാകുന്നു എന്നാണ് വൈഭാഷിക സിദ്ധാന്തം. അപ്പോൾ വൈദിക മതാനുസൃതമായ അണുമാത്രനായ ആത്മാവുണ്ടെന്ന് വിശ്വസിച്ചാലും ശരി, ആത്മസത്തയെ നിഷേധിച്ചാലും ശരി, അർജുനന് ദുഃഖിക്കേണ്ടതില്ല. വൈഭാഷികരുടെ സിദ്ധാന്തപ്രകാരം ഭൗതിക പദാർത്ഥങ്ങളിൽ നിന്ന് നിമിഷം തോറും എണ്ണമറ്റ ജീവജാലങ്ങൾ ഉണ്ടാകുന്നു. എണ്ണമറ്റവ നശിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള സംഭവങ്ങളെക്കുറിച്ച് വ്യസനിക്കുന്നതെന്തിന്? കൂടാതെ ആത്മാവിന് പൂർവജന്മമില്ല എന്ന് വരികിൽ അർജുനന് തന്റെ പിതാമഹനെയും ഗുരുവിനെയും വധിച്ച പാപത്തിന്റെ പ്രതികരണങ്ങളെ ഭയപ്പെടേണ്ടതുമില്ല. ഈ സന്ദർഭത്തിൽ കൃഷ്ണൻ അർജുനനെ മഹാബാഹോ എന്നാണ് തെല്ല് പരിഹാസത്തോടെ സംബോധന ചെയ്യുന്നത്. കൈക്കരുത്തുള്ളവൻ എന്നർത്ഥം. വൈദിക ധർമ്മത്തിന് എതിരായ വൈഭാഷിക സിദ്ധാന്തത്തെ അർജുനൻ അംഗീകരിച്ചില്ല. ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് വൈദിക സംസ്കാരവുമായിട്ടാണ് അർജുനന് ബന്ധം. ആ സിദ്ധാന്തങ്ങൾ അനുസരിക്കാൻ അദ്ദേഹം നിർബന്ധിതനുമാണ്. ഹരേ കൃഷ്ണ പ്രഭുജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ലീലമ്മ മാതാജി. ഹരേ കൃഷ്ണ. യെസ്, അപ്പോൾ ഭഗവാൻ ഇവിടെ വേറൊരു തരത്തിൽ പറയുകയാണ്. ചില ആളുകൾക്ക് ചിലപ്പോൾ ഈ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊന്നും മനസ്സിലായി എന്ന് വരില്ല, അല്ലെങ്കിൽ അതിൽ വിശ്വാസമുണ്ടായി എന്ന് വരില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ദുഃഖിക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ചില ആളുകൾ വിശ്വസിക്കുന്നത്, ഞാനിപ്പോൾ ജനിച്ചു, ഈ ശരീരം ഉണ്ടായതോടുകൂടി ജനിച്ചു, ഞാൻ അതിന്റെ മുന്നേ ഇല്ലായിരുന്നു, ശരീരം നശിക്കുന്നതോടുകൂടി ഞാൻ ഇല്ലാതാവും, പിന്നെ അതിനുശേഷം ഞാനില്ല. ഇങ്ങനെ ചിന്തിക്കുന്നതിനെ വൈഭാഷിക സിദ്ധാന്തം എന്നാണ് ശ്രീല പ്രഭുപാദർ പറയുന്നത്. ലോകായതികൾ അല്ലെങ്കിൽ വൈഭാഷികർ ഇങ്ങനെയാണ് വിചാരിക്കുന്നത്. ഞാനിപ്പോൾ ജനിച്ചപ്പോഴാണ് ഞാൻ ഉണ്ടായത്, അതിന്റെ മുന്നേ ഞാൻ ഇല്ലായിരുന്നു, മരിച്ചു കഴിഞ്ഞാൽ, ശരീരം ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതോടുകൂടി ഇല്ലാതാണ്. അല്ലാതെ ആത്മാവ് എന്ന് പറഞ്ഞ സാധനമൊന്നുമില്ല. അതൊക്കെ തെളിയിക്കപ്പെട്ടിട്ടില്ലാത്തതാണ്, അറിയാത്തതാണ് എന്നാണ് വിശ്വസിക്കുന്നതെങ്കിൽ പോലും ഭഗവാൻ എന്താണ് പറയുന്നത്? അധചൈനം നിത്യജാതം നിത്യം വാ മന്യസേമൃതം തഥാഭിത്വം മഹാബാഹോ നൈവം ശോചിതും അർഹസി. നിത്യജാതം നിത്യം വാ മന്യസേമൃതം. നിത്യമായിട്ട് മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യമായിട്ടുള്ള മരണമാണ്. പിന്നെ പുനർജന്മമൊന്നുമില്ല. മരിച്ചു കഴിഞ്ഞാൽ തീർന്നു, അതോടുകൂടി തീർന്നു. പിന്നെ എന്താണുള്ളത്? പിന്നെ ഒന്നുമില്ല. അല്ല, മരിച്ചു കഴിഞ്ഞാൽ എല്ലാം ശൂന്യമായി തീർന്നു എന്നാണ് നീ വിശ്വസിക്കുന്നതെങ്കിൽ പോലും ഭഗവാൻ അത് സത്യമാണെന്ന് പറയുന്നില്ല. അതാണ് നിന്റെ വിശ്വാസമെങ്കിൽ പോലും അങ്ങനെയാണ്. ആത്മാവില്ല, മരണത്തോടുകൂടി എല്ലാം തീർന്നു എന്നാണ് നീ വിശ്വസിക്കുന്നതെങ്കിൽ പോലും നീ ഇപ്പോൾ ചെയ്യുന്നത് പോലെ വിലപിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നീ ഇങ്ങനെ വിലപിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ശരീരം എങ്ങനെയായാലും മരിക്കും, അല്ലെ? താൽക്കാലികമാണ്. അതെല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ്, അതെല്ലാവർക്കും അറിയുന്നതാണ്. അങ്ങനെ താൽക്കാലികമായിട്ടുള്ള നിലനിർത്താൻ സാധിക്കാത്ത ഒരു വസ്തു അത് നശിച്ചുപോയി കഴിഞ്ഞാൽ അത് നശിക്കുമെന്ന് ഉറപ്പാണ്. അങ്ങനെ എന്തായാലും നശിക്കുമെന്ന് ഉറപ്പുള്ള ഒരു വസ്തുവിനെ കുറിച്ച് വിലപിക്കേണ്ട ആവശ്യം എന്താണ്? എന്താണ് അതിന്റെ കാരണം? എന്താണ് അതിന്റെ കാര്യം എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്. അപ്പോൾ ഭഗവാൻ വളരെ യുക്തിപൂർവം ആണ്. ഭഗവാൻ ഇമോഷണൽ ആയിട്ടല്ല സംസാരിക്കുന്നത്, ഒരു വികാരത്തിന്റെ പുറത്തല്ല ഭഗവാൻ സംസാരിക്കുന്നത്. വളരെ യുക്തിയുക്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഭഗവാൻ സംസാരിക്കുന്നത്. അല്ല, നീ വിലപിക്കുന്നതിന്റെ കാരണം എന്താണ്? നീ യഥാർത്ഥത്തിൽ ആലോചിച്ചു നോക്കിക്കഴിഞ്ഞാൽ വിലപിക്കേണ്ട യാതൊരു ആവശ്യമില്ല. രണ്ട് തരത്തിലും വിലപിക്കേണ്ട ആവശ്യമില്ല
എന്നാണ് ഭഗവാൻ പറയുന്നത്. രണ്ട് തരത്തിൽ നോക്കി കഴിഞ്ഞാലും വിലപിക്കേണ്ട ആവശ്യമില്ല. ഒന്നുകിൽ നീ വേദങ്ങളൊക്കെ വിശ്വസിക്കുന്ന, വേദങ്ങൾ അനുസരിച്ച് ആത്മാവുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്ന വ്യക്തിയാണെങ്കിൽ വിലപിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ശരീരം നശിച്ചാലും ആത്മാവ് നശിക്കുന്നില്ല, ആത്മാവിനൊന്നും സംഭവിക്കുന്നില്ല. അതാണ് ഇത്രയും നേരം പറഞ്ഞിട്ടുള്ളത്. ആത്മാവിനെ ഛേദിക്കാൻ സാധിക്കില്ല, അത് നിത്യനാണ്. ദേഹി നിത്യം അപത്യാരം, ദേഹി നിത്യനാണ്, അതിനെ ആർക്കും വധിക്കാൻ സാധിക്കും. അങ്ങനെ നീ മനസ്സിലാക്കുകയാണെങ്കിലും കുഴപ്പമില്ല, ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കാരണം ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല, ജീവന് ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇനി ഒരു വ്യക്തി എന്നേക്കുമായിട്ട് മരിക്കുകയാണ് ശരീരം നശിക്കുന്നതോടുകൂടി എന്ന് വിചാരിക്കുകയാണെങ്കിലും ശരീരം എന്തായാലും നശിക്കുന്നതാണ്, അതിനെ നിലനിർത്തിക്കൊണ്ടുപോകാൻ ആർക്കും സാധിക്കില്ല. അങ്ങനെ നശിക്കുന്ന ഒരു സാധനത്തിനെ കുറിച്ച് നശിക്കുമെന്ന് വിചാരിച്ച് ചിന്തിച്ച് വിഷമിച്ചിട്ട് എന്താണ് കാര്യം? അതങ്ങനെ നടക്കും. അതിനെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ രണ്ട് തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാലും നീ ദുഃഖിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇപ്പൊ ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതർ പറയുന്നുണ്ട്, ഇന്നത്തെ കാലത്തെ ആളുകൾ കലിയുഗത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. 5000 വർഷങ്ങൾക്ക് മുമ്പ് ദ്വാപരയുഗത്തിന്റെ അവസാനത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാണ്. അന്നത്തെ കാലത്ത് അധിക പേരും വേദങ്ങളിൽ വിശ്വസിച്ചിരുന്നവരാണ്. അവർക്ക് ആത്മാവിനെ കുറിച്ച് അറിയാം. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ജനിക്കും, ആത്മാവ് നശിക്കുന്നില്ല എന്നുള്ള കാര്യമൊക്കെ അറിയുന്ന ആളുകളാണ്. പക്ഷെ കുറച്ചാളുകള് ഇന്നത്തെ കാലത്തെ ആളുകളെ പോലെ ആത്മാവിൽ വിശ്വസിക്കാത്ത കുറച്ചാളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മളെ ഈ ഒരു ഭൗതിക സിദ്ധാന്തമാണ് കൂടുതലായിട്ട് എല്ലാവരും വിശ്വസിക്കുന്നത്. അല്ല, എന്താണ് ഭൗതിക സിദ്ധാന്തം? ഇപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നത് സ്കൂളുകളിൽ, ടെക്സ്റ്റ് ബുക്കുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്, നമ്മുടെ കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കുന്നത് എന്താണ്? ജീവൻ ഉണ്ടായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക കാലാവസ്ഥയിൽ ചില പ്രത്യേക രാസവസ്തുക്കളൊക്കെ കൂടിച്ചേർന്ന് ഒരു പ്രത്യേക ഘട്ടത്തിൽ ജീവനുണ്ടായി എന്നാണ് പറയുന്നത്. പിന്നീട് അത് വികസിച്ച് ഇന്നത്തെ കാണുന്ന പലതരത്തിലുള്ള ശരീരങ്ങളും ഉണ്ടായി. ഇതാണ് ആധുനികമായിട്ടുള്ള ജീവപരിണാമ സിദ്ധാന്തം. ജീവനുണ്ടായി കെമിക്കൽസിൽ നിന്ന്, ഭൗതിക വസ്തുക്കളിൽ നിന്ന്, രാസവസ്തുക്കളിൽ നിന്ന് ജീവനുണ്ടായി. അല്ലെ? കെമിക്കൽ തിയറി ഓഫ് ലൈഫ്. കെമിക്കൽസിൽ നിന്ന് ലൈഫ് ഉണ്ടായി, ജീവനുണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒരു സയൻസ് ആണ് എന്നുള്ള രീതിയിലാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും അതൊരു സയൻസ് ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ വിശ്വസിച്ചു പോരുന്നു. അല്ലെ? പക്ഷെ യഥാർത്ഥത്തിൽ ഇതിന് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളൊന്നുമില്ല. ഇതൊരു ഊഹമാണ് യഥാർത്ഥത്തിൽ. അല്ലെ? അത് സയൻസ് ആകണമെങ്കിൽ, അതൊരു തിയറി ആകണമെങ്കിൽ എന്ത് വേണമായിരുന്നു? അത് തെളിയിക്കപ്പെടണം. സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സയൻസ് പറയുന്ന കാര്യങ്ങൾ ഏതൊരു അവസരത്തിലും തെളിയിച്ച് കാണിക്കാൻ സാധിക്കണം. അതിനെയാണ് സയൻസ് എന്ന് പറയുന്നത്. അല്ലെ? സയൻസിനെ പിന്തുടരുന്നവർ ഒരിക്കലും തെളിവില്ലാതെ ഒന്നും വിശ്വസിക്കില്ല. അപ്പോൾ ഈ ഒരു സിദ്ധാന്തം രാസവസ്തുക്കളിൽ നിന്ന് ഏതോ ഒരു കാലാവസ്ഥയിലാണ് ജീവൻ ഉണ്ടായത് എന്നുള്ള കാര്യം ഒരിക്കലും തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു എന്താണ് പറയാ, സിദ്ധാന്തമല്ല, ഒരു ഊഹമാണ്. അത് തിയറി ആയിട്ടില്ല, അതൊരു ഹൈപ്പോത്തസിസ് ആണ്. അല്ലെ? ഹൈപ്പോത്തസിസ് ആണ്. ഇത് തെളിയിച്ചാൽ മാത്രമേ അത് തിയറി ആയിട്ട് മാറും, അല്ലെങ്കിൽ സിദ്ധാന്തമായിട്ട് മാറും. പക്ഷെ എല്ലാവരും പഠിപ്പിച്ചത് കൊണ്ട്, ശാസ്ത്രീയം എന്നുള്ള രീതിയിൽ നമ്മളെ പഠിപ്പിച്ചത് കൊണ്ട് നമ്മളിത് ശാസ്ത്രീയമായിട്ട് അന്ധമായിട്ട് അതിനെ സ്വീകരിക്കുകയാണ് ചെയ്തത്. ഇന്നും ഏതെങ്കിലും രാസവസ്തുവിന് ഉപയോഗിച്ച് ജീവൻ ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അതിന് സാധിക്കില്ല. ശാസ്ത്രജ്ഞന്മാർക്ക് ഇതുവരെ സാധിക്കാത്ത കാര്യമാണ്. രാസവസ്തുക്കളിൽ നിന്ന് ജീവൻ ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആർക്കും സാധിക്കില്ല. എന്നിട്ട് നമ്മളിങ്ങനെ വിശ്വസിക്കുന്നു രാസവസ്തുക്കളിൽ നിന്നാണ് ജീവൻ ഉണ്ടായത്
രാസവസ്തുക്കളിൽ നിന്നാണ് ജീവൻ ഉണ്ടായതെന്ന് പഠിപ്പിച്ചത് കൊണ്ട് നമ്മൾ അങ്ങനെ അതിനെ ചോദ്യം ചെയ്യാതെ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചില ആളുകൾ പറയും അത് അന്നത്തെ ആ ഒരു കാലാവസ്ഥയിൽ മാത്രമേ രാസവസ്തുക്കളിൽ നിന്ന് ജീവൻ ഉണ്ടാവുകയുള്ളൂ. ഇന്ന് കാലാവസ്ഥ മാറി, അതുകൊണ്ട് ഇന്ന് അങ്ങനെ ജീവൻ ഉണ്ടാവുകയില്ല എന്നാണ് ചില ആളുകൾ പറയുന്നത്. അപ്പൊ നമുക്ക് ചോദിക്കാം, ഇന്നും ജീവൻ ഉണ്ടാവുന്നുണ്ടല്ലോ അല്ലെ? അന്നത്തെ ആ കാലാവസ്ഥ ഇല്ലാഞ്ഞിട്ട് പോലും ഇന്ന് ധാരാളമായിട്ട് ജീവൻ ഉണ്ടാവുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മളത് വിശ്വസിക്കുക? അന്നത്തെ കാലാവസ്ഥയിലാണ് ജീവൻ ഉണ്ടായത് എന്നെങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും? അപ്പോൾ ഇതുവരെ രാസവസ്തുക്കളിൽ നിന്ന് ജീവൻ ഉണ്ടാക്കാൻ ശാസ്ത്രജ്ഞന്മാർക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മൾ അന്ധമായിട്ട് വിശ്വസിക്കുകയാണ് രാസവസ്തുക്കളിൽ നിന്നാണ് ജീവൻ ഉണ്ടായത് എന്ന്. നമ്മൾ അങ്ങനെ ഈ വൈഭാഷികന്മാരെ പോലെ, അന്നത്തെ കാലത്തെ വൈഭാഷികന്മാരെ പോലെ നമ്മൾ ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. അത് യഥാർത്ഥത്തിൽ ഒരു ശാസ്ത്രമല്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ശാസ്ത്രമാണെങ്കിൽ അതിനെ തെളിയിക്കാൻ സാധിക്കണം. എപ്പോൾ വേണമെങ്കിലും പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അങ്ങനെ പ്രൂഫൊന്നുമില്ലാത്തതാണ് ഈ ഒരു ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് നീ വിശ്വസിക്കുന്നതെങ്കിൽ പോലും നിനക്ക് ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. കാരണം ശരീരം താൽക്കാലികമാണ് എന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. നശിച്ചു പോകുന്ന ഒരു ശരീരത്തിനെ കുറിച്ച് നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ഭഗവാൻ അർജുനോട് കുറച്ച് ലോജിക്കലായിട്ട് ചിന്തിക്കാനാണ് പറയുന്നത്. മാത്രമല്ല ഈ ഒരു വൈഭാഷിക സിദ്ധാന്തം, ഈ ഭൗതിക സിദ്ധാന്തം അർജുനൻ സ്വീകരിക്കുമെന്ന് ഭഗവാൻ ചിന്തിക്കുന്നുമില്ല. കാരണം ഇവിടെ മഹാബാഹോ എന്നാണ് ഭഗവാൻ അർജുനെ വിളിച്ചിട്ടുള്ളത്. തഥാപിത്വം മഹാബാഹോ അധചൈനം നിത്യജാതം നിത്യം വാം അന്യസേമൃതം തഥാപിത്വം മഹാബാഹോ നൈവം ശോചിതും അർഹസി. അപ്പൊ മഹാബാഹോ എന്ന് ഭഗവാൻ അർജുനെ വിളിച്ചതിന്റെ പ്രത്യേകത ശ്രീല പ്രഭാകർ വിശദീകരിക്കുന്നുണ്ട്. മഹാബാഹു എന്ന് സൂചിപ്പിക്കുന്നത് അർജുനൻ ക്ഷത്രിയനാണ്, കൈക്കരുത്തുള്ളവനാണ്, ആ ക്ഷത്രിയ ധർമ്മം പാലിക്കുന്നവനാണ്. ആ ക്ഷത്രിയ ധർമ്മം വൈദിക സംസ്കാരത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് വൈദിക നിയമങ്ങൾ അനുസരിച്ചാണ് അർജുനൻ പ്രവർത്തിക്കാൻ പോകുന്നത്. വൈദികമായിട്ടുള്ള ശാസ്ത്രത്തിൽ വിശ്വാസമുള്ളവനാണ് അർജുനൻ എന്നാണ് ഭഗവാൻ അർജുനെ കുറിച്ച് കരുതുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ അർജുനെ മഹാബാഹു എന്ന് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഏത് വിധത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാലും ജീവനെ കുറിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഭഗവാൻ ഇതുവരെ ജീവാത്മാവിന്റെ പ്രത്യേകതകളൊക്കെ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിനെ കൺക്ലൂഡ് ചെയ്യാണ്, അതിനെ ചുരുക്കി 2-3 ശ്ലോകത്തിൽ ഇനിയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ അത് ചുരുക്കി പറയുകയാണ്. 27ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ജാതസ്യാഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ ച തസ്മാത് അപരിഹാര്യേ അർത്ഥേ നത്വം ശോചിതും അർഹസി. അപ്പൊ നേരത്തെ ഭഗവാൻ പറഞ്ഞു, നീ ഒരു വ്യക്തി ശരീരം അവസാനിക്കുന്നതോടുകൂടി ഇല്ലാതായിത്തീരുന്നു, എന്നേക്കുമായിട്ട് ഇല്ലാതായിത്തീരുന്നു എന്നാണ് വിശ്വസിക്കുന്നതെങ്കിൽ പോലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്ന്. പക്ഷെ യാഥാർത്ഥ്യം അങ്ങനെയല്ല എന്ന് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നു. ശരീരം നശിക്കുന്നതോടുകൂടി ഒരു വ്യക്തി ഇല്ലാതായിത്തീരുന്നില്ല. അത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഭഗവാൻ ഒന്നുകൂടി ഉറപ്പിച്ച് പറയുന്നുണ്ട്, ശരീരം നശിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നീ ശ്ലോകത്തിൽ ഭഗവാന്റെ അഭിപ്രായം, സ്വന്തം അഭിപ്രായം ഇവിടെ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ നമുക്കത് ശ്ലോകം വായിക്കാം. വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളും, അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 27. ജാതസ്യാഹി ധ്രുവോ മൃത്യുർ ധ്രുവം ജന്മാമൃതസ്യ ച തസ്മാത് അപരിഹാര്യാർത്ഥേ ന ത്വം ശോചിതുമർഹസി. ജനിച്ചവന് മരണം നിശ്ചിതമത്രേ, മരിച്ചവന് ജനനവും. അതിനാൽ തന്റെ അനിവാര്യമായ കർത്തവ്യ നിർവഹണത്തെപ്പറ്റി നീ വ്യസനിക്കേണ്ടതില്ല. ഭാവാർത്ഥം. പ്രഭുപാദ് കി ജയ്. ജീവിതത്തിൽ താൻ ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ച് ഒരാൾക്ക് ജന്മം എടുക്കേണ്ടി വരുന്നു.
ആ കർമ്മങ്ങളുടെ കാലാവധി കഴിയുമ്പോൾ അടുത്ത ജന്മമെടുക്കുവാൻ വേണ്ടി മരിക്കുകയും വേണം. ഇപ്രകാരം ഒരാൾ ഒന്നിനു പിറകെ ഒന്നായുള്ള ജനന മരണമാകുന്ന ചക്രത്തിൽപ്പെട്ട് മോചനമില്ലാതെ ഉഴലുന്നു. ഇത് അനാവശ്യമായ യുദ്ധത്തെയോ വധത്തെയോ സാധൂകരിക്കുന്നില്ല. എങ്കിലും മനുഷ്യ സമൂഹത്തിൽ നീതി പാലനത്തിന് വേണ്ടി യുദ്ധവും ഹിംസയും ഒഴിച്ചുകൂടാതെ വരുന്നു. കുരുക്ഷേത്ര യുദ്ധം ഈശ്വര കൽപ്പിതമാകയാൽ അനിവാര്യമാണ്. നീതിക്ക് വേണ്ടിയുള്ള സമരം ക്ഷത്രിയ ധർമ്മവുമത്രേ. സ്വധർമ്മം നിറവേറ്റേണ്ട അർജുനൻ ബന്ധുക്കളുടെ മരണത്തെപ്പറ്റി ഖേദിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നതെന്തിന്? ഈ നിയമം അർജുനൻ ലംഘിക്കാൻ പാടില്ല. ലംഘിച്ചാൽ അർജുനൻ വളരെയധികം ഭയപ്പെട്ടിരുന്ന അതേ പാപപ്രതികരണങ്ങൾക്ക് തന്നെ അദ്ദേഹം വിധേയനാകും. തന്റെ ശരിയായ കർത്തവ്യം നിർവഹിക്കാത്തത് കൊണ്ട് മാത്രം ബന്ധുജനങ്ങളുടെ മരണം തടയാൻ അർജുനനെ സാധിക്കുമായിരുന്നില്ല. മാത്രമല്ല, തെറ്റായ കർമ്മപദം തെരഞ്ഞെടുത്തത് കൊണ്ട് അദ്ദേഹം തരം താഴ്ന്നു പോവുകയും ചെയ്തേനെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഭഗവാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഒരു ഓപ്ഷൻ ആണ്, പക്ഷെ യാഥാർത്ഥ്യം അങ്ങനെയല്ല. ഭഗവാൻ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് മരിക്കുന്നതോടുകൂടി എല്ലാം ഇല്ലാതാകും എന്ന് നീ ചിന്തിക്കുകയാണെങ്കിലും കുഴപ്പമില്ല, നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞത്. പക്ഷെ യാഥാർത്ഥ്യം അതല്ല. മരിക്കുന്നതോടുകൂടി എല്ലാം ഇല്ലാതാകുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ ഭഗവാൻ ഉറപ്പിച്ച് പറയുന്നത്. ജാതസ്യ ഹി ധ്രുവോ മൃത്യു എന്നാണ് പറയുന്നത്. ജാതസ്യ, ആരൊക്കെയാണോ ജനിച്ചിട്ടുള്ളത്, ആരൊക്കെയാണോ ശരീരം സ്വീകരിച്ചിട്ടുള്ളത്, ഏതൊക്കെ ജീവാത്മാവാണോ ഈ ഭൗതിക ലോകത്തിൽ ശരീരം സ്വീകരിച്ചിട്ടുള്ളത്, അവരെല്ലാവരും, ഇതൊരു യൂണിവേഴ്സൽ ലോയാണ്. പ്രപഞ്ചത്തിലെ എല്ലാവരും, ഇതിലൊരു അപവാദവുമില്ല. ജാതസ്യ, ആരൊക്കെയാണോ ജനിച്ചിട്ടുള്ളത് അവരെല്ലാവരും ഹി ധ്രുവോ മൃത്യു, അവരെല്ലാവരും മരിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത്. അല്ലെ, ഇത് നമ്മള് ഒരുപാട് പ്രത്യക്ഷത്തിൽ നമ്മൾക്ക് കാണുന്ന കാര്യമാണ്. ജനിച്ച ആളുകളൊക്കെ പ്രായമാകുന്നുണ്ട്, പ്രായമാകുന്ന ആളുകൾ മരിക്കുന്നത് നമ്മൾ കാണുന്നത്. ചിലപ്പോൾ പ്രായമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രായമാകുന്നതിന്റെ മുന്നേ മറ്റു പല കാരണങ്ങൾ കൊണ്ടും ആളുകളൊക്കെ മരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ എല്ലാവരും മരിക്കുമോ ഇല്ലയോ എന്ന് നമ്മൾക്ക് അറിയുകയില്ല. യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങനെ വിചാരിക്കുകയാണ് എല്ലാവരും മരിക്കും, അല്ലെ, ഞാൻ മരിക്കും, കാരണം ചുറ്റുപാട് ആളുകൾ മരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്, അതുകൊണ്ട് ഞാനും മരിക്കും, എല്ലാവരും മരിക്കും എന്ന് നമ്മൾ അങ്ങനെ ചിന്തിക്കുകയാണ്. പക്ഷെ നമ്മൾക്ക് യഥാർത്ഥത്തിൽ അറിയില്ല എല്ലാവരും മരിക്കുമോ ഇല്ലയോ, എല്ലാവരും മരിക്കുന്നവരാണോ, നമ്മൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കാത്തതാണ്. അല്ലെ, എല്ലാവരും മരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാൻ സാധിക്കില്ല, കാരണം അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ആയുസ് തീർന്നിട്ടുണ്ടാവും. അപ്പൊ എല്ലാവരും മരിക്കുന്നവരാണോ അല്ലയോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കില്ല. പക്ഷെ ഇവിടെ സൃഷ്ടിച്ച ഭഗവാൻ തന്നെ പറയുന്നു എല്ലാവരും മരിക്കും, ബ്രഹ്മാവ് പോലും മരിക്കും എന്നും ഭഗവാൻ പറയുന്നു. അല്ലെ, ബ്രഹ്മാവിനും ആയുസ്സുണ്ട്. ബ്രഹ്മാവിന്റെ ആയുസിനെ കുറിച്ച് 8ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. സഹസ്രയുഗ പര്യന്തം ഹരിത് ബ്രഹ്മണോ വിധു രാത്രി യുഗ സഹസ്രാന്തം ഹോ. ആ ശ്ലോകം പറഞ്ഞു. എന്തായാലും പകൽ സമയം, ബ്രഹ്മാവിന്റെ ഒരു പകൽ സമയം തന്നെ 1000 യുഗങ്ങളാണ്. അങ്ങനെ ഉള്ള ഒരു 100 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാവിന്റെ ആയുസ്സും തീർന്നു. ബ്രഹ്മസംഹിതയിലും പറയുന്നുണ്ട്, യസ്യേക നിശ്വസിത കാലമധാവലംബ്യ ജീവന്തി ലോമ വിലജ ജഗദണ്ഡനാഥ. ആ ജഗദണ്ഡനാഥനായിട്ടുള്ള ബ്രഹ്മാവിന്റെ ആയുസ് എത്രയാണ്? യസ്യേക നിശ്വസിത കാലമധാവലംബ്യ. ആ മഹാവിഷ്ണുവിന്റെ ഒരു നിശ്വാസകാലമാണ്. മഹാവിഷ്ണു ഒന്ന് ശ്വാസം പുറത്തേക്ക് വിട്ടു, ഇനി എപ്പോഴാണോ ശ്വാസം അകത്തേക്ക് എടുക്കുന്നത് അതോടുകൂടി ബ്രഹ്മാവിന്റെ ആയുസ് തീർന്നു. കോടാനുകോടി യുഗങ്ങളാണ് ബ്രഹ്മാവിന്റെ ആയുസ്, പക്ഷെ അത് മഹാവിഷ്ണുവിന്റെ ഒരു നിശ്വാസകാലമാണ്. യസ്യേക നിശ്വസിത കാലമഥാവലംബ്യ ജീവന്തി ലോമ വിലജ ജഗദണ്ഡനാഥ വിഷ്ണുർ മഹാൻ സഹ്യസ്യ കഥാവിശേഷോ ഗോവിന്ദമാദിപുരുഷം തമഹം വച. ആ മഹാവിഷ്ണു ആരാണ്? മഹാവിഷ്ണു ഭഗവാൻ ഗോവിന്ദന്റെ ഒരു
അംശമാണ്. അങ്ങനെയുള്ള ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു എന്നാണ് ബ്രഹ്മാവ് പറയുന്നത്. അത് കൃഷ്ണതത്വമാണ്. അത് കുറച്ചുകൂടി കൂടുതൽ രഹസ്യമാണ്. ഇപ്പോൾ ആത്മതത്വമാണ് നമ്മൾ പഠിക്കുന്നത്, ആത്മാവിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ കൃഷ്ണനെ കുറിച്ചാണ് അവിടെ ബ്രഹ്മാവ് പറയുന്നത്. ഇവിടെ ജീവാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. ജനിച്ച എല്ലാവരും മരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് എല്ലാവരും പോയി നോക്കേണ്ട ആവശ്യമില്ല. ഭഗവാൻ പറഞ്ഞത് കൊണ്ട് അതാണ് സത്യം. ജനിച്ച എല്ലാവരും, ബ്രഹ്മാവ് ഉൾപ്പെടെ എല്ലാവരും മരിക്കും. ബ്രഹ്മാവ് ഉൾപ്പെടെ എല്ലാ ദേവന്മാരും ജനിച്ചവരായതുകൊണ്ട്, ഭൗതിക ലോകത്തിൽ ശരീരമെടുത്തത് ആയതുകൊണ്ട് അവരെല്ലാവരും മരിക്കും എന്ന് നമുക്ക്. അപ്പൊ പിന്നെ മനുഷ്യന്മാരുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. മനുഷ്യന്മാരുടെ ആയുസ് ദേവന്മാരുടെ ആയുസിനെ സംബന്ധിച്ചിടത്തോളം വളരെ താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ കുറവാണ്. അല്ലെ, വളരെ ക്ഷണഭങ്കുരം എന്നാണ് എഴുത്തച്ഛൻ പറയുന്നത്, രാമായണത്തിൽ പറയുന്നത്. അല്ലെ, എന്താണ്? മന്യസന്തപ്ത ലോകസ്ഥാപ ബിന്ദുനാം സംയുഗം മർത്യജന്മം ക്ഷണഭങ്കുരം. ഒരു തുള്ളി വെള്ളം ഒരു തീക്കട്ടയിൽ അല്ലെങ്കിൽ ചൂടാക്കിയ ഒരു ലോഹത്തിൽ, വന്യസന്തപ്ത ലോകസ്ഥാപ ബിന്ദുനാം സന്നിപം മർത്യജന്മം ക്ഷണഭങ്കുരം. ഒരു തുള്ളി വെള്ളം ആ ചുട്ടുകൊള്ളുന്ന ആ ലോഹകഷ്ണത്തിൽ വീണു കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ടാണോ അത് ഇല്ലാതായിത്തീരുന്നത്, അതിങ്ങനെ ഷൂന്ന് പറഞ്ഞിട്ട് ഇല്ലാണ്ടാണ്. ക്ഷണഭങ്കുരം എന്നാണ് പറയുന്നത്. ക്ഷണഭങ്കുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു മിന്നൽ പിണർ പോലെ. മിന്നൽ പിണറിനും ക്ഷണം എന്ന് പറയും. ഒരു മിന്നൽ അടിക്കുന്ന സമയം മാത്രമേ. ദേവന്മാർക്ക് മനുഷ്യന്മാരുടെ ആയുസ് നോക്കുന്ന സമയത്ത് എത്രയേ ഉള്ളൂ? വളരെ അല്പായുസാണ്. ക്ഷണഭങ്കുരം, ഒരു മിന്നൽ അടിക്കുന്ന സമയം അത്രയേ ഉള്ളൂ. അതോടുകൂടി അവർ തീർന്നു. ദേവന്മാർക്ക് അത്രയേ ഉള്ളൂ അവർ നോക്കുന്ന സമയത്ത്. പക്ഷേ ആ ദേവന്മാരെല്ലാവരും മരിക്കും എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ജാതസ്യ ഹി ധ്രുവോ മൃത്യു. ജനിച്ച എല്ലാവരും മരിക്കും. അതാണ് ഭഗവാന്റെ നിയമം. ഇനി മറ്റൊരു കാര്യം കൂടി ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ ജനിച്ച എല്ലാവരും മരിക്കുമെന്നാണ് ഭഗവാൻ പറഞ്ഞത്. പിന്നെന്താണ് പറയുന്നത്? ധ്രുവം ജന്മ പ്രദർശിച്ച. അതുകൂടി പറയുന്നത്. അത് നമ്മൾക്ക് കാണാൻ സാധിക്കാത്തതാണ്. പക്ഷെ ഭഗവാൻ അറിയാം. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു ധ്രുവം ജന്മ പ്രദർശിച്ച. ആരൊക്കെയാണോ മരിച്ചിട്ടുള്ളത് അവര് വീണ്ടും ജനിക്കും എന്നാണ് പറയുന്നത്. അവര് വീണ്ടും അടുത്ത ശരീരം എടുക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. ധ്രുവം ജന്മം പ്രദർശിച്ച. ഇതാണ് ഭൗതിക ലോകത്തിലെ നിയമം. ജനിച്ച എല്ലാവരും മരിക്കും എന്ന് ഭഗവാൻ പറയുന്നു. അതേ ഭഗവാൻ തന്നെ പറയുന്നു മരിച്ച എല്ലാവരും ഇനി ജനിക്കുകയും ചെയ്യും. അതങ്ങനെ ചക്രമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തസ്മാത് അപരിഹാരിയെ അർത്ഥേ. അത് പ്രകൃതിയിലെ ഒരു നിയമമായിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളെന്തെങ്കിലും ചെയ്തത് കൊണ്ട് മാറുന്നതല്ല. നീ യുദ്ധം ചെയ്തത് കൊണ്ട് അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. നീ ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ അത് വീണ്ടും ജനിക്കും. അങ്ങനെയാണത് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ യുദ്ധത്തിനെ കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കുറച്ച് ഹയർ ആയിട്ടുള്ള, കുറച്ച് ഉയർന്ന തരം തത്വമാണ്. ഇതിനെ കുറിച്ചുള്ള തത്വമാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയത് കൊണ്ട് നമ്മൾ യുദ്ധം ചെയ്യണമെന്നല്ല എന്ന് ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നത്. അല്ലെ, ഇത് യുദ്ധത്തിനെ സാധൂകരിക്കാനോ അല്ലെങ്കിൽ ഹിംസയെ സാധൂകരിക്കാനോ ഒന്നും ഉള്ളതല്ല. നമ്മൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ഈ ഒരു തത്വം നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ശ്രീല പ്രഭുപാദർ പറയുന്നത്. പക്ഷേ മനുഷ്യ സമൂഹം നിയന്ത്രിച്ചു കൊണ്ടുപോകണമെങ്കിൽ അതിൽ ഭരിക്കുന്ന രാജാക്കന്മാർക്ക് ഹിംസ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ യുദ്ധം ചെയ്യേണ്ടി വരും. അപ്പോൾ അർജുനൻ ഒരു സാധാരണ നമ്മളെ പോലുള്ള ഒരു വ്യക്തിയല്ല. അദ്ദേഹം രാജാവാകേണ്ട വ്യക്തിയാണ്. ക്ഷത്രിയനാണ്, രാജകുമാരനാണ്. അതുകൊണ്ട് യഥാർത്ഥ ധാർമ്മികമായിട്ട് രാജ്യം ഭരിക്കണമെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഹിംസ ചെയ്യേണ്ടി വരും. അക്രമികളെ അടിച്ചമർത്തേണ്ടി വരും. അവരോട് സാധാരണ പോലെ സംസാരിച്ചിട്ട് കാര്യമില്ല. അല്ലെ, സമൂഹത്തിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് വേണം, അതേപോലെ സൈനികരൊക്കെ ഉണ്ടായിരിക്കണം. ക്രിമിനൽ ആയിട്ടുള്ള ആളുകളോട്, തീവ്രവാദികളോട് സൗമ്യമായിട്ട് പെരുമാറിയത് കൊണ്ട് യാതൊരു പ്രയോജനമില്ല. അവർക്ക് മനസ്സിലാവില്ല. അവർക്കൊരിക്കലും നല്ല രീതിയിലുള്ള പെരുമാറ്റം മനസ്സിലാകാത്തതാണ്. അപ്പോൾ ശൗര്യമുള്ള ക്ഷത്രിയന്മാർ
ധർമ്മത്തിനെ പരിപാലിക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ ഹിംസ ചെയ്യേണ്ടി വരും. അത് അവർക്ക് വേണ്ടിയാണ്, അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഹിംസ എന്നുള്ളത്. അല്ലാതെ അഹിംസാ സിദ്ധാന്തം പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ഈ സമൂഹം നിലനിൽക്കില്ല. സമൂഹത്തിൽ ധർമ്മത്തിനെ പുലർത്താൻ സാധിക്കില്ല. അഹിംസാ സിദ്ധാന്തം കൊണ്ട് മാത്രം നല്ലൊരു മനുഷ്യ സമൂഹത്തിന് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ഭഗവാൻ പറയുന്നത് രാജവിദ്യയാണ്. രാജാക്കന്മാർക്ക് വേണ്ടിയിട്ടുള്ള ആ രാജ്യപരിപാലനത്തിന് വേണ്ടിയിട്ടുള്ള വിദ്യയാണ് അർജുനന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് നീ ഇപ്പോൾ യുദ്ധം ചെയ്യണം, ഹിംസ ചെയ്യണം, അതിനെക്കുറിച്ച് ദുഃഖിച്ചിരിക്കുകയല്ല നീ വേണ്ടത്. അവർക്ക് ഒന്നും സംഭവിക്കില്ല. നീ ഇപ്പോൾ യുദ്ധം ചെയ്യുകയാണ് വേണ്ടത് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അടുത്ത ജന്മം അവർക്ക് കിട്ടും. ഇപ്പോൾ മരിച്ചാലും ഇപ്പോൾ അധാർമികമായിട്ടുള്ള ശരീരത്തിലാണ് അവരിയ്ക്കുന്നത്. ഒരു ധാർമ്മിക യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് കൊണ്ട്, ഭഗവാന്റെ മുന്നിൽ വെച്ച് മരിക്കുന്നത് കൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും ഉയർന്ന തരം ശരീരം കിട്ടും, അല്ലെങ്കിൽ അവർക്ക് മുക്തി കിട്ടും. അതുകൊണ്ട് നീ ഇപ്പോൾ യുദ്ധം ചെയ്യുകയാണ് വേണ്ടത്, നീ ദുഃഖിച്ചിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പോൾ ഭഗവാൻ ഇതൊരു പ്രത്യേകമായിട്ടുള്ള ഉപദേശമാണ്, അർജുനന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഉപദേശമാണ്. നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം ഹിംസ ചെയ്യാനോ യുദ്ധം ചെയ്യാനോ പോകരുത് എന്നാണ് പറയുന്നത്. ശ്രീല പ്രഭുപാദർ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അപ്പൊ അർജുനന് ഭഗവാന്റെ ഉപദേശമുണ്ട്. ഭഗവാൻ പറഞ്ഞു യുദ്ധം ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ അർജുനൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിന് പാപമില്ല. പക്ഷെ നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം ആരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹിംസ ചെയ്തു കഴിഞ്ഞാൽ അതിന് ശിക്ഷയുണ്ടാവും. അതിന്റെ പ്രതികരണം, അതിന്റെ പ്രതിഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദർ അങ്ങനെ വധത്തിനെയോ സാധൂകരിക്കുന്നില്ല എന്നുള്ള കാര്യം എടുത്തു പറയുന്നുണ്ട്. ശ്രീല പ്രഭുപാദർ എടുത്തു പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ വായിച്ചിട്ടുള്ള ഈ 2 ശ്ലോകത്തിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പൊ ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഇപ്പൊ നമ്മൾ വായിച്ചിട്ടുള്ള ശ്ലോകങ്ങള് അഥചൈനം നിത്യജാതം നിത്യം വാം അന്യസേമൃതം തഥാപിത്വം മഹാബാഹു നൈവം ശോചിതും അർഹസി. അതിൽ ഭഗവാൻ പറഞ്ഞത് ശരീരം ഇല്ലാതാകുന്നതോടുകൂടി നമ്മളും ഇല്ലാതാവുകയാണ്. വൈഭാഷിക സിദ്ധാന്തം അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ കൂടി താൽക്കാലികമായിട്ടുള്ള ശരീരത്തിനെ കുറിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു, ശരീരം രാസവസ്തുക്കളിൽ നിന്നാണ് ഉണ്ടാവുന്നത് എന്നാണ് ഇപ്പോൾ മോഡേൺ സയൻസ് ഒക്കെ പഠിപ്പിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അതൊരു തിയറിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, അതൊരു സിദ്ധാന്തമാണെന്ന് പറയാൻ സാധിക്കില്ല. അതൊരു ഊഹമാണ്, അതൊരു ഹൈപ്പോത്തസിസ് ആണ്. കാരണം ഇതുവരെയും ഒരു ശാസ്ത്രജ്ഞനും രാസവസ്തുക്കളിൽ നിന്ന് ജീവൻ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല, അല്ലെ? പക്ഷെ അതൊരു സയൻസ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? നമ്മൾ അങ്ങനെയല്ലേ വിശ്വസിക്കുന്നത്? നമ്മൾ ചെറുപ്പത്തിലെ അത് പഠിച്ചത് കൊണ്ട് നമ്മൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഏതൊരു കാലഘട്ടത്തിൽ രാസവസ്തുക്കളൊക്കെ ചേർന്നപ്പോൾ ജീവനുണ്ടായി. പക്ഷെ അത് സയൻസ് ആവണമെങ്കിൽ അത് തെളിയിക്കാൻ സാധിക്കണം. എല്ലാ സമയത്തും ഏത് ഘട്ടത്തിലും അതിനെ തെളിയിക്കാൻ സാധിക്കണം, അപ്പോഴേ അത് സയൻസ് ആവണം. ഈ കാര്യങ്ങളൊക്കെ ശ്രീല പ്രഭുപാദനൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അതിന്റെ ശേഷം നമ്മൾ വായിച്ചത് ജാതസ്യ ഹി ധ്രുവോ മൃത്യു. ഭഗവാൻ പറയുന്നു ജനിച്ച എല്ലാവരും മരിക്കും, മരിച്ച എല്ലാവരും അടുത്ത ശരീരം എടുക്കുകയും ചെയ്യും, അടുത്ത ജന്മം എടുക്കുകയും ചെയ്യും. അതൊരു ചക്രമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അത് പ്രകൃതി നിയമമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് മാറ്റാൻ പറ്റാത്ത ഒരു നിയമത്തിനെ കുറിച്ച് ചിന്തിച്ച് നീ വിഷമിച്ചിട്ട് കാര്യമില്ല എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ 27ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിൽ രണ്ടിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. പ്രഭുജി, ഈയിടെ ഒരു ന്യൂസ് കേട്ടിരുന്നു ഞാൻ. ഈ മാമത്ത് പഴയൊരു ആനയാണത്, പണ്ട് കാലത്തുണ്ടായിരുന്ന